വാട്ട്? തിയേറ്ററിൽ വെച്ചോ? May I come in? യെസ് കമിൻ. അല്ല, ഡോക്ടർ പോകുന്നു. ഡോക്ടർ വന്നിട്ട് 1 മണിക്കൂറിൽ കൂടുതലായല്ലോ. ഇദ്ദേഹത്തെ അറിയില്ലേ? റിട്ടയർഡ് ഹൈക്കോടതി ജഡ്ജി AP ഗോവിന്ദമേനോൻ. അറിയാം. ഞങ്ങൾ ആശുപത്രിയിൽ ഡോക്ടറെ തേടി പോയിരുന്നു. എന്താ സാർ, അത്യാവശ്യമായിട്ട് വല്ല? പോട്ടെ. എന്നെ മനസ്സിലായോ? എനിക്ക് പുഷ്പയെ എപ്പോഴും കാണണം തോന്നും. അതുകൊണ്ട് ഞാനൊരു ജോലി ഇവിടെ തരപ്പെടുത്തി, അക്കൗണ്ട് സെക്ഷനിൽ. പുഷ്പ എന്തിനാ കരയുന്നേ? ഒന്ന് ചിരിക്കൂ പുഷ്പേ. ചിരിക്കില്ല അല്ലേ? ആ, ഞാനൊരു ദിവസം പുഷ്പയെ കാണാൻ പുഷ്പയുടെ വീട്ടിൽ വന്നു. അപ്പൊ കാണാം, ആ തടിച്ച പട്ടി എന്റെ മുമ്പിലേക്ക് ഓടി വന്നു. എന്നിട്ട് എന്ത് ചെയ്തു? അപ്പൊ എനിക്ക് ദേഷ്യം വന്നു. ഞാൻ കല്ലെടുത്ത് ഒറ്റ കയറ്. ആരോണെന്ന് നേരത്തെ അറിയോ? അറിയാം ഡോക്ടർ. അയാൾ പുഷ്പയുടെ പുറകെ നടക്കാൻ തുടങ്ങിയിട്ട് നാള് കുറെയായി. ദേ സാറിനെ വലിയ ഡോക്ടർ വിളിക്കുന്നു. എന്നെയോ? അതെ. ആ, ഞാൻ അരുണിനെ വിളിപ്പിച്ചത്. അറിയാം സാർ. എനിക്ക് അനുവദിച്ചിരുന്ന 3 മാസം കഴിഞ്ഞു എന്ന് പറയാൻ. വാട്ട് നോൺസെൻസ്. ഞാൻ നിങ്ങളെ വിളിപ്പിച്ചത് നന്ദി പറയാനാണ്. സാർ, എല്ലാം എനിക്ക് മനസ്സിലായി. പുഷ്പയുടെ സംസാരശേഷിയും ഓർമ്മശക്തിയും തിരിച്ചു കിട്ടിയത് അരുൺ നിമിത്തമാണ്. അതിന് ഞാനല്ലേ നന്ദി പറയേണ്ടത്? സാർ, ഇന്നു മുതൽ നിങ്ങളും എന്റെ കുടുംബത്തിലെ ഒരു അംഗമാണ്. പോരെ? സാർ, ദൈവം സാറിനെ അനുഗ്രഹിക്കും. എനിക്ക് എല്ലാ അനുഗ്രഹങ്ങളും കിട്ടിക്കഴിഞ്ഞല്ലോ. ഇതുവരെ ഒരിയും കഴിഞ്ഞില്ലേ? ഈ കിടക്കുന്ന മാറ്റിനിക്ക് പോയിട്ട് സെക്കൻഡ് ഷോക്ക് പോലും പോകാൻ പറ്റുമല്ലോ. എപ്പോ നോക്കിയാലും ഈ ചേട്ടനെ കളിയാക്കൽ തന്നെയാ. ആ, അതുപോട്ടെ, ഈ സാരി ഏതാണെന്ന് പറയാമോ? ഇവിടെ നോക്കട്ടെ. കഴിഞ്ഞ ബർത്ത്ഡേക്ക് എനിക്ക് വാങ്ങി തന്നതാ. ഞാനോ? പിന്നാരാ? ആ കൂട്ടത്തിൽ 2 പേർ മാത്രമാണ് ഇനി ബാക്കിയുള്ളത്, ബാലുവും ചന്ദ്രുവും. അതിൽ ബാലു ഭാഗ്യത്തിന് അമ്മാവന്റെ കൂടെ ഡൽഹിയിലാണ്, MP നന്ദൻ മേനോന്റെ ക്വാർട്ടേഴ്സിൽ. വെൽ, സോ ഫാർ സോ സേഫ്. നമുക്കിനി സൂക്ഷിക്കാനുള്ളത് ചന്ദ്രുവിനെയാണ്. ആ, അത് പറഞ്ഞപ്പോഴാണ് സാർ ഓർത്തത്. ചന്ദ്രു സെക്രട്ടറി ആയിട്ടുള്ള ഫ്രണ്ട്സ് ആർട്സ് അക്കാദമിക്ക ഒരു ഡിസ്കോ നൈറ്റ് സംഘടിപ്പിക്കുന്നുണ്ട്. നാളെ വൈകിട്ട് ഫൈനാൻസ് ഹാളിൽ. ഇന്നത്തെ പത്രത്തിൽ പരസ്യം ഉണ്ടായിരുന്നു. ഓഹോ, ചന്ദ്രു
നാച്ചുറലി അവിടെ ഉണ്ടാകുമെന്ന് അറിയാവുന്നതുകൊണ്ട് കൊലപാതകി ആരായിരുന്നാലും അവിടെ വരാനാണ് സാധ്യത. ദാറ്റ് ഈസ് അൻ ഇന്റലിജന്റ് റീഡിംഗ്. മിസ്റ്റർ രവീന്ദ്രൻ, ഫംഗ്ഷൻ നടക്കുന്ന ഓഡിറ്റോറിയത്തിൽ നിങ്ങളുടെ സഹായത്തിനായി കുറെ പോലീസുകാർ കൂടി ഉണ്ടാവട്ടെ. വളരെ സൂക്ഷിക്കണം. അവിടുത്തെ ഓരോ ചലനവും ശ്രദ്ധിക്കണം. കൊലപാതകി അവിടെ കടക്കുകയാണെങ്കിൽ ഒരു കാരണവശാലും കൈവിട്ടു പോകരുത്. സാർ പുഷ്പ എന്ത് ചെയ്യുന്നു? ഉറങ്ങിയാണ്. കൂടെ സിസ്റ്റർ ഗീതയുണ്ട്. ആ സിസ്റ്റർ, ആ 33 കാതറിന്റെ ഓപ്പറേഷൻ നാളെ എപ്പോഴാണ് ഫിക്സ് ചെയ്തിരിക്കുന്നത്? രാവിലെ 9-ന്. ഞാനിപ്പോ അയാളെ നോക്കിയിരുന്നു. പൾസ് ഒരു അല്പം വീക്കാണ്. ഓപ്പറേഷൻ നാളെ വൈകിട്ടത്തേക്ക് ഫിക്സ് ചെയ്തോളൂ. അതുവരെ ട്രിപ്പ് കണ്ടിരുന്നു.
താങ്ക് യു